ഹലോ ഗൈസ്, അപ്പം നമ്മുടെ വീട്ടിലെ ചീരയൊക്കെ വലുതായി. അപ്പം നമുക്കിന്ന് ചീര പറിച്ചിട്ട് കറി വെച്ചാലോ. അപ്പം ഇന്ന് ഞാൻ ചീരയും പരിപ്പും കൂടി കറി വെക്കാനാണ് ഉദ്ദേശിച്ചേക്കണേ. അല്ലാതെ എനിക്കിഷ്ടം മറ്റേ ചീരയിൽ തേങ്ങ ചിരണ്ടിയിട്ട് വെറുതെ തോരനായിട്ട് വെക്കില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഒരുപാട് പേരുള്ളപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തികയത്തില്ല. അപ്പോൾ പരിപ്പിട്ട് വെക്കുമല്ലോ, കുറച്ച് കറി ഉണ്ടാവും. ഇപ്പോൾ ഉച്ചത്തേക്കും ഉണ്ടാവും, വൈകിട്ടത്തേക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കറി അങ്ങനെയാണ്. ചീരയും പരിപ്പും കൂടി വെക്കുമ്പോൾ എല്ലാവരും എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ വെക്കണത് ഉള്ളിയും മുളകും മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് അത് നല്ലപോലെ മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും പരിപ്പിടും. പരിപ്പിട്ട് ഇളക്കി കഴിഞ്ഞ് കൂടെ ചീര ഇട്ട് ഇളക്കും കേട്ടോ. പിന്നെ ഒന്ന് കുറച്ച് നേരം ഒരു ആവിക്ക് വെക്കും, ഒരു 5-10 മിനിറ്റ് ആവിയിൽ ഇളക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ വെള്ളം കെട്ടരുത് കേട്ടോ. ഞാൻ വെള്ളം കെട്ടാതെ. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ചീരയും പരിപ്പും കൂടി എങ്ങനെ വെക്കണമെന്നറിയോ? ഇങ്ങനെ വെച്ചിട്ട് അതിട്ട് തേങ്ങ അരച്ചിടും, സാമ്പാർ പോലെ ഇരിക്കും. അങ്ങനെ വെക്കണവരുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളിങ്ങനെയല്ല, ഞങ്ങളിങ്ങനെ വെക്കാറുള്ളത് തോരനായിട്ട് വെക്കുള്ളൂ. പക്ഷേ എനിക്ക് വന്ന് ഇതാട്ടോ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറി വേണ്ട, രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും കൂടി കറിയാവും. മറ്റേ പാടും വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചിരണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതാട്ടോ ഏറ്റവും ടേസ്റ്റ്. നിങ്ങളൊക്കെ എങ്ങനെ വെക്കണേ? അങ്ങനെയാണോ? പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം തേങ്ങയിട്ട് വെക്കാനാണ്. തേങ്ങയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എല്ലാവർക്കും തികയാൻ വേണ്ടി ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കറി ചീരയുണ്ട്, കക്കിയിറച്ചിയുണ്ട്, മോരുണ്ട്. മോരെനിക്ക് പ്രധാനം. എന്ത് കറി ഉണ്ടെങ്കിലും മോരെനിക്ക് വേണം കേട്ടോ. എനിക്ക് എന്തൊക്കെ കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ മോരില്ലെങ്കിൽ പറ്റത്തില്ല. അത് ഇറച്ചിയായാലും മീനായാലും എന്തായാലും ഞാൻ മോര് കൂട്ടാനും ഒഴിച്ചു കൂട്ടിയേ കഴിക്കത്തുള്ളൂ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.